പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പ്രഭാതം, പുത്തൻ പുലരി ദാനം തന്ന കർത്താവിന് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ഭാഗ്യം തന്ന കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് അനുഗ്രഹമാകാൻ ദൈവപാദപീഠത്തിലേക്ക് പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്ക് ഒരുമിച്ച് ആ വചനത്തിന് ചുറ്റാകെ അടുത്തു വരാം. ഇന്നത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. സാംസ് 40 ചാപ്റ്റർ 40 വേഴ്സ് 1 and 2. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, അവൻ്റെ ഒരു പാറമേൽ നിർത്തി. നമ്മുടെ ദൈവത്തിനോ സ്തുതി തന്നെ. എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിനോ സ്തുതി തന്നെ. ഒത്തിരി സുപരിചിതമായ ഒരു വചനമാണ് ഇത്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഒരു അനുഭവ ഗാനം അല്ലെങ്കിൽ അനുഭവ ഗീതം, അനുഭവ സാക്ഷ്യം എന്നൊക്കെ പറയാവുന്ന ഒരു സങ്കീർത്തനം. ഇത് ദാവീദിൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും മിക്കവരുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഇപ്പം നമ്മൾ വായിച്ചു കേട്ടത്. ആ വചനത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് അടുപ്പിച്ചു കൊണ്ടുവരാം. ആ വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. 2-ാമത്തെ വാക്യം: നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്നെ ഒരു പാറമേൽ നിർത്തി. എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിനോ സ്തുതി തന്നെ. ഇതിനകത്ത് തുടങ്ങുന്ന വാക്യത: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചോണേ. അപ്പം ഇന്ന് പ്രബുദ്ധരാണ് ഈ വചനം കേൾക്കുന്ന എല്ലാവരും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് വചനം ചിന്തിച്ചോണം. ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കോറിയിടട്ടെ. ഞാൻ ഈ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, നിലവിളി കേട്ടു. യഹോവ നിലവിളി കേട്ട് യഹോവയ്ക്കായി കാത്തിരുന്നതാണോ ആദ്യം സംഭവിച്ചത്, അതോ എവിടെ വെച്ചാ യഹോവയ്ക്കായി കാത്തിരുന്നേ? ഒന്നുകൂടി ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ദാവീദ് ഈ പറയുന്ന വാക്യത്തിനകത്ത് ഇവിടെ യഹോവയ്ക്കായി കാത്തിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കട്ടിലേലോ അല്ലെങ്കിൽ ഒരു ചെയറേലോ അല്ലെങ്കിൽ ഒരു നടക്കുന്ന വഴിയോ അല്ലെങ്കിൽ നമുക്കൊക്കെ സ്വസ്ഥമായി ഏതെങ്കിലും സ്ഥലത്ത് വാഹനത്തിലോ ഒക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും മെസ്സേജ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു പക്ഷേ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. ഒരു കംഫർട്ട് സോണില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ കംഫർട്ട് സോണിൽ ഇരുന്നാണോ ദാവീദ് യഹോവയ്ക്കായി കാത്തിരുന്നതും യഹോവ നിലവിളി കേട്ടതും എവിടെ വെച്ചാണെന്നാണ് ചോദിക്കുന്നത്. ഈ വാക്യത്തിന്റെ ആദ്യത്തെ വാക്യം രണ്ടാമത് സംഭവിച്ചതും 2-ാമത്തെ വാക്യം ആദ്യം സംഭവിച്ചതും എന്ന് പറഞ്ഞാൽ, ഈ 1-ാമത്തെ വാക്യം ഈ എവിടെയായിരുന്നോ, ഏത് സ്ഥലത്തായിരുന്നോ ഇരുന്ന് നിലവിളിച്ചത്, ആ നിലവിളിച്ച് എടുത്തേക്ക് ദൈവം ഇറങ്ങിച്ചെന്നതാണ് ആദ്യത്തെ 1-ാമത്തെ വാക്യം. അപ്പൊ എവിടെയായിരുന്നോ എന്നുള്ളത് 2-ാമത്തെ വാക്യം. കാര്യം 2-ാമത്തെ വാക്യം പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു, അവൻ എന്നെ ഒരു പാറമേൽ നിർത്തി, അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പോൾ ആ 2-ാമത്തെ വാക്യത്തിനകത്താ പറയുന്ന കിടക്കുന്ന പശ്ചാത്തലം എവിടെയായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് ദൈവത്തോട് നിലവിളിച്ചതെന്ന് 2-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ ഇരുന്ന സ്ഥലത്ത്, ഏത് സ്ഥലത്തിരുന്നാണോ നിലവിളിച്ചത്, ഇരുന്ന സ്ഥലത്ത് നിന്ന് നിലവിളി കേട്ട് ആ ഇരുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്ന് കരം തന്ന് കൈപിടിച്ച് ആ കുഴിക്കകത്ത് നിന്ന് കയറ്റി ഒരു ശാശ്വത പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കിയ ഒരു ദൈവത്തിന്റെ കൃപയെക്കുറിച്ചാണ് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ആവർത്തിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാകും. കാര്യം ഈ ആദ്യം ഇരിക്കുന്നത് 2-ാമത്തെ വാക്യത്തിൽ നാശകരമായ കുഴിയിലാ കിടക്കുന്നത്. ഒരാള് കിടക്കുന്നത്, ഈ ദാവീദ് കിടക്കുന്നത് നാശകരമായ കുഴിയില്ല. കാരണം പറയുന്നുണ്ട്, യഹോവയുടെ നിലവിളി കേട്ട ഉടനെ നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ കയറ്റി. അപ്പൊ എവിടെയാ കിടന്നത്? നാശകരമായ കുഴിയിലാ കിടന്നത്. കുഴഞ്ഞ ചേറ്റിനകത്താ കിടന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്.
ഈ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിനും അത് ഇച്ചിരി ആലങ്കാരിക ഭാഷയാണെങ്കിൽ പോലും അതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. നാശകരമായ കുഴിയിൽ അത് നശിക്കും, അവിടെ തകർന്നു പോകും. പക്ഷെ ഇവിടെ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹമുണ്ടായാലും കടക്കാൻ പറ്റത്തില്ല. അതിനൊരു കാരണമുണ്ട്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാതിരിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. ആ കാര്യമെന്ന് പറയുന്നത് കുഴഞ്ഞ ചേറ. നാശകരമായ കുഴിക്കകത്തെ കുഴഞ്ഞ ചേറ ഇതുകൊണ്ട് അവിടുന്ന് പുറത്തെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഈ കുഴി നാശകരമായ കുഴിയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കിടക്കാന്ന് വിചാരിക്കുമ്പോൾ കുഴഞ്ഞ ചേറ്റില്ല. കുഴഞ്ഞ ചേറ്റെന്ന് പറഞ്ഞാൽ ഒരു കാലെടുത്ത് മേളിലോട്ട് വെക്കുമ്പോൾ മറ്റേ കാല് താന്നു പോകും, ഒരു കാല് മേളിലോട്ട് വെക്കുമ്പോൾ അടുത്ത കാല് താന്നു പോകും. ഇതാ പ്രശ്നം. ഇങ്ങനെയാ പ്രശ്നം. നാശകരമായ കുഴി കുഴഞ്ഞ ചേരില്. അപ്പൊ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി, അവൻ എന്നെ ഒരു പാറമേൽ നിർത്തി, എന്നിട്ട് എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഇത്രേ പറയുന്നത്. പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അപ്പൊ എവിടെയൊക്കെ ആ കാര്യങ്ങളൊന്ന് ശരിയാക്കി നോക്കിക്കേ. കിടന്ന സ്ഥലത്തിന്റെ പേര് നാശകരമായ കുഴി. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. നീ കിടക്കുന്ന ഇടം നാശകരമായ കുഴിയായിരിക്കും. നീ കിടക്കുന്ന ഇടം പുറത്തു വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അഥവാ നീ ഒന്ന് പുറത്തു വരാനായിട്ട് ശ്രമിച്ചു നോക്കുമ്പോൾ, അവിടെ നിന്ന് പുറത്തു വരാൻ നീ ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോൾ, ഇന്ന് രാത്രി ഈ പകലിൽ ഈ പ്രഭാതത്തിൽ ഏത് സമയത്താണോ കേൾക്കുന്നിടത്ത് പുറത്തു വരാൻ നോക്കുമ്പോൾ ഒരു കാല് ചവിട്ടി പുറത്തേക്ക് വരുമ്പോൾ മറ്റേ കാല് താന്നു പോകുന്ന പോലെ കുഴഞ്ഞ ചേറ്റിനകത്തേക്ക് താന്നു പോകുമ്പോൾ, ദൈവത്തിന്റെ കുഞ്ഞെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നോടൊരു അരുളപ്പാട് പറയാനുണ്ട്. നിനക്ക് കയറാൻ പറ്റത്തില്ല. അവിടെയാണ് നിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, എങ്കലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നിലവിളി കേട്ടു. എന്റെ നിലവിളി കേട്ട് അവൻ എന്റെ പ്രാണനെ തണുപ്പിച്ച് അടുത്തേക്ക് വന്നിട്ട് കരം തന്ന് ചവിട്ടി താന്നു പോകുന്ന ആ ചേറിനകത്ത് കരം തന്ന് കരക്കോട്ട് കയറ്റി ഒന്ന് കുളിപ്പിച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നല്ല ഒരു സ്വച്ഛ സുഖമായ ഒരു പാറമേൽ നിർത്തി. പാറയുടെ പ്രത്യേകത, ഇനി ഈ പാറ മാറി പോകത്തില്ല, നീങ്ങി പോകത്തില്ല, ശാശ്വതമായിട്ട് നിൽക്കും. ചെളിക്കകത്തല്ല, പാറയുടെ പുറത്താ. ഈ പാറയെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ, ഈ ക്രിസ്തുവാകുന്ന പാറമേലാണ് ഉറച്ചു നിൽക്കുന്നത്. ഭയപ്പെട്ടു പോകേണ്ട, അവിടെ നിന്നൊരു കുറപ്പുണ്ട്. എന്നിട്ട് ഗമനത്തെ സ്ഥിരമാക്കി. ഗമനത്തെ ഇവിടെ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ യാത്ര പുറപ്പെടുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ അറിയാതെ കുഴിക്കകത്ത് എങ്ങനെയോ സ്വന്തം കാര്യം കൊണ്ടോ എങ്ങനെയോ മുടിയപുത്രനെ പോലെയോ ആടി തെറ്റിപ്പോയതുപോലെയോ ഏതോ കാരണവശാൽ കുഴി വീണ് പോയതാ. അല്ലെങ്കിൽ ചിലപ്പോൾ സഹോദരന്മാരെ ജോസഫിനെ ഇട്ടത് കുഴി വീണ് പോയി, അവിടുന്ന് കയറാൻ പറ്റിയില്ല. അപ്പോഴാണ് അവിടുന്ന് നിലവിളിച്ചപ്പോഴാണ് നാദം വന്ന് കരം തന്ന് കയറ്റി നിന്നെ പാറമേൽ നിർത്തി. അവിടെ നിനക്ക് സ്ട്രെങ്തൻ ചെയ്തു. അവിടെ നിനക്ക് വചനം കൊണ്ട് ബലം തന്നു, വചനം കൊണ്ട് ഉറപ്പിച്ചിട്ട് പറയാ, ഗമനത്തെ സ്ഥിരമാക്കി, നിന്റെ യാത്രയെ, മുന്നോട്ടുള്ള യാത്രയെ സ്ഥിരമാക്കിയിട്ട് അടുത്ത വചനം പറയുന്നു, വായിൽ പുതിയ പാട്ട് തന്നു. ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ ഇനിയും പരാജയം വരത്തില്ല, തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. കാരണം ദൈവം നിന്റെ കൂടെ യാത്ര ചെയ്യുക. യഹോവയ്ക്കായി കാത്തിരുന്ന് അവനെങ്കിലേക്ക് ചാഞ്ഞ് ആ നിലവിളി കേട്ട് കർത്താവിന്റെ കരം പിടിച്ച് കുഴഞ്ഞ ചേറ്റിനകത്ത് നിന്ന് പുറത്തു വന്ന്, നാശകരമായ കുഴിയിൽ നിന്ന് പുറത്തു വന്ന് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിന്ന് അവിടുന്ന് ഗമന സ്ഥിരമാക്കി മുന്നോട്ട് നടക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോട് ഞാൻ ആത്മാവിൽ സംസാരിക്കുന്നത്, ഈ കരം നീ വിട്ടുപോകരുത്. കർത്താവിന്റെ കരം ചേർത്ത് പിടിച്ച്, കർത്താവിന്റെ കരത്തിൽ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുക. അവൻ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഹല്ലേലൂയ. യഹോവ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്നെ പാറമേൽ നിർത്തി പുതിയ പാട്ട് തന്നു. പതറി പോകരുത്. നീ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണെങ്കിൽ, നീ കിടക്കുന്ന നാശകരമായ കുഴിയിൽ നിന്ന് കയറാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുമ്പോൾ, ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് പുറത്തു വരാൻ കഴിയില്ലെന്ന് വിചാരിക്കുമ്പോൾ, ഇതിനൊരു മറുപടി ഇല്ലെന്ന് വിചാരിക്കുമ്പോൾ, ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വിചാരിക്കുമ്പോൾ, അതിൻ്റെ അടുത്താണ്
ദൈവത്തിന്റെ പദ്ധതി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നത്. അതിനകത്താ കുഞ്ഞെ കർത്താവിന്റെ പദ്ധതി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന്റെ പദ്ധതി നിനക്ക് വേണ്ടി വെളിപ്പെടുക. ദൈവത്തിന്റെ പദ്ധതി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു. വിശ്വസിച്ചോ? ചെങ്കടലിൽ പിളർന്ന് അക്കരെ എത്തിച്ചു ഒരു ദൈവം, യോർദാനെ അതേ കുലം കുത്തി ഒഴുകുന്ന യോർദാൻ, അത് ഇരു കരയെ മുറ്റി ഒഴുകുന്ന യോർദാൻ എങ്ങനെ കടക്കുമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് യോർദാനെ പിളർത്തി അക്കരെ കടത്തുന്ന ദൈവം, മരുഭൂമിക്കകത്ത് പാറയെ പിളർന്ന് വെള്ളം തരുന്ന ദൈവം, മരുഭൂമിയിൽ മഞ്ഞ വർഷിപ്പിച്ചു തരുന്ന ദൈവം, കാട പക്ഷിയെ കൊണ്ട് പോഷിപ്പിക്കുന്ന ദൈവം. നീ ചുറ്റി നടക്കുമ്പോ ഈ മതിലിനകത്തേക്ക് ചാടിക്കിടക്കാൻ സാധിക്കാതിരിക്കുമ്പോ ആ മതിലിനെ ഇടിച്ച് ദാവീദ് പറയുന്ന പോലെ നിന്നാൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അതുപോലെ കൃപ തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരുമിച്ച് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവേ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജനത്തിന് വേണ്ടി അങ്ങ് തന്നിരിക്കുന്ന അഭിഷിക്ത അധികാരത്താൽ പ്രാർത്ഥിക്കുന്നതിന്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, കർത്താവെ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുന്ന സർവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നാശകരമായ കുഴി കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പുറത്തു കടത്തി അവരെ പാറമേൽ നിർത്തി ഗമനം സ്ഥിരമാക്കി ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്കായി നന്ദി പറയുന്നപ്പാ. കർത്താവ് കൂടിയിരിക്കുന്നു. ആത്മാവിൽ ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ദൈവജനമേ, ആ പ്രാർത്ഥന അങ്ങനെ തന്നെ ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ജനത്തിന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവോർമ്മയ്ക്കായി നന്ദി പറയുന്നപ്പാ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കുന്നു. ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവത്തോട് എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ കൃപയാൽ മൂടട്ടെ. ഗോഡ് ബ്ലസ് യു.